2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ജാൻമണി ഒരു വീഡിയോയിലുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഇത് കണക്ക് നരേന്ദ്രമോദിയുടെ അച്ഛനുണ്ടെങ്കിൽ 1947 മരിച്ചത്. നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് ജനിച്ചത്. അത് എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ജാൻമണിക്ക് പണി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ആൾക്കാരുണ്ടെങ്കിൽ ജാൻമണിക്കെതിരെ പരാതി കൊടുക്കും, അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഷഫീന ബീവിയാണ്. ഷഫീന ഉണ്ടെങ്കിൽ ജാൻമണി പറഞ്ഞതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവനുണ്ടെങ്കിൽ കൊള്ളത്തില്ല, അവനെ എൻ്റെ കൈ കിട്ടിയാൽ അവനെ വെറുതെ വിടത്തില്ല, അവനെ അടിച്ചു കൊല്ലു, ഓടിച്ചു വിടൂ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മോശമുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് കൊള്ളാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയും. ഇപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കൊരു പാർട്ടിയെ ഇഷ്ടമല്ല, അതിൻ്റെ നേതാവിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. നമ്മളുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയാനേ പാടില്ല. അതിൽ മെയിനായിട്ട് ഇത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനുണ്ടെങ്കിൽ നാണവമാനവും ഇല്ല, അവനെ ഒരുപാട് പേര് സപ്പോർട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ സ്വന്തം അമ്മയെ പോലും വിൽക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവന്മാർ മാത്രമേ ഇവനെ പുറത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു ഷഫീന ബീവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുവരെ ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ വെളിയിൽ വരുന്നത്. എന്തായിരുന്നാലും ശരി, ഉടനെ തന്നെ കേസോ അകത്താവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു തൻ്റെ ഇടം തന്നെ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വട്ടമായിരിക്കും, അതല്ലാതെ വേറെ ഒന്നുമല്ല.